റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ 47ാമത്തെ AGMൽ 2030 കമ്പനിയുടെ വരുമാനം ഇരട്ടിയാക്കുന്നതിന് വേണ്ടി റിലയൻസ് ഇൻഡസ്ട്രീസ് ചില പ്ലാനുകൾ അവതരിപ്പിച്ചിരുന്നു. പ്ലാനുകൾ പ്രധാനമായും റീറ്റെയിൽ സെക്ടറിലെ ബിസിനസ് എക്സ്പാൻഷൻ, ഡിജിറ്റൽ സെക്ടറിലെ ബിസിനസ് പുഷ്, അതോടൊപ്പം തന്നെ റിന്യൂവബിൾ എനർജി, ന്യൂ എനർജി വെഞ്ചേഴ്സിൽ കമ്പനി ഫോക്കസ് ചെയ്യുക എന്നീ പ്ലാനുകളാണ് അവതരിപ്പിച്ചത്. കമ്പനിയുടെ പുതിയ ബിസിനസ് എക്സ്പാൻഷൻ പ്ലാനും കമ്പനിയുടെ പുതിയ ടാർഗറ്റിൻ്റെയും പശ്ചാത്തലത്തിൽ പല ബ്രോക്കേജ് ഏജൻസികളും റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയുടെ വാല്യുവേഷനും സ്റ്റോക്കിൻ്റെ വിലയും പുനർനിർണയിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ പ്രമുഖ ബ്രോക്കേജ് ഏജൻസികൾ റിലയൻസ് ഇൻഡസ്ട്രീസിന് നൽകിയ വാല്യുവേഷനും സ്റ്റോക്കിന് നൽകിയ ടാർഗറ്റിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 0.45% ഇടിഞ്ഞ് 3018 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 29.72 കമ്പനിയുടെ വാല്യൂഷൻ. 52 വീക്കിലോ 2220, 52 വീക്ക് ഹൈ 3217. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ മോത്തിലാൽ ഒസ്വാളിൻ്റെ കാൽക്കുലേഷൻ പ്രകാരം റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഫെയർ വാല്യൂ ആയി നിശ്ചയിച്ചിരിക്കുന്നത് 3669 രൂപയാണ്. കമ്പനിക്ക് മുകളിലുള്ള കടബാധ്യത കൂടി അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 3435 രൂപ പെർ ഷെയർ ആണ് റിലയൻസിൻ്റെ ഫെയർ വാല്യൂഷനായി അല്ലെങ്കിൽ ഫെയർ വിലയായി മോത്തിലാൽ ഒസ്വാൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിൽ റിലയൻസ് റീറ്റെയിലിൻ്റെ വിലയായി മോത്തിലാൽ ഒസ്വാൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 1797 രൂപയാണ്. റിലയൻസ് റീറ്റെയിലിൻ്റെ 87.9% സ്റ്റേക്കുകളും റിലയൻസ് ഇൻഡസ്ട്രീസ് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് ഹോൾഡ് ചെയ്യുന്ന റിലയൻസ് റീറ്റെയിലിൻ്റെ വില 1579 രൂപ പെർ ഷെയർ. റിലയൻസിൻ്റെ തന്നെ റിലയൻസ് ജിയോയുടെ വാല്യൂ ആയി അല്ലെങ്കിൽ വിലയായി മോത്തിലാൽ ഒസ്വാൾ നിശ്ചയിച്ചിരിക്കുന്നത് 940 രൂപ പെർ ഷെയർ ആണ്. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ കാൽക്കുലേഷൻ പ്രകാരം റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഫെയർ വാല്യൂ 3200 രൂപ പെർ ഷെയർ ആണ്. 2024-27 ഫിനാൻഷ്യൽ ഇയറിൽ 13% CAGR കൂടിയുള്ള EPS ഗ്രോത്താണ്, അതായത് ഏണിംഗ് പെർ ഷെയർ ഗ്രോത്താണ് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. റിലയൻസിൻ്റെ ന്യൂ എനർജി ബിസിനസ്സിൻ്റെ വില 103 രൂപ പെർ ഷെയറും റിലയൻസിൻ്റെ എനർജി ബിസിനസ്സിൻ്റെ വില 920 രൂപ പെർ ഷെയറുമാണ്. റിലയൻസിൻ്റെ ഡിസ്നി വയാക്കോം ജോയിൻറ്റ് വെഞ്ചറിൻ്റെ വില 50 മുതൽ 51 രൂപ പെർ ഷെയറാണ്. JM ഫിനാൻഷ്യൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ വിലയായി നിശ്ചയിച്ചിരിക്കുന്നത് ഏകദേശം 3500 രൂപയ്ക്ക് അടുത്തായിട്ടാണ്. ഇതിൽ റിലയൻസിൻ്റെ ടെലികോം വിങ്ങായ റിലയൻസ് ജിയോയുടെ വിലയായി നിശ്ചയിച്ചിരിക്കുന്നത് 1249 രൂപ. റിലയൻസ് ന്യൂ എനർജിയുടെ വിലയായി നിശ്ചയിച്ചിരിക്കുന്നത് 166 രൂപ. വരുന്ന 3 മുതൽ 5 വർഷങ്ങളിൽ 16 മുതൽ 17% ഏണിംഗ് പെർ ഷെയർ 16 മുതൽ 17% CAGR ഗ്രോത്ത് ഏണിംഗ് പെർ ഷെയറിൽ വരാൻ സാധ്യതയുണ്ടെന്നാണ് JM ഫിനാൻഷ്യലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. AMK ഗ്ലോബൽസ് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ നെറ്റ് ഡെപ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഫെയർ വിലയായി നിശ്ചയിച്ചിരിക്കുന്നത് 3335 രൂപ പെർ ഷെയറാണ്. ഇതിൽ റിലയൻസ് ജിയോയുടെ വിലയായി 1004 രൂപയും റിലയൻസ് റീറ്റെയിലിൻ്റെ വിലയായി 1302 രൂപയും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. റിലയൻസ് എന്ന കമ്പനിയുടെ വാല്യൂഷൻ 15 മുതൽ 20% അപ്സൈഡിലേക്ക് ഉയർന്നേക്കാമെന്നാണ് AMK ഗ്ലോബൽസിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി മറ്റ് പ്രമുഖ ബ്രോക്കേജ് ഏജൻസികൾ റിലയൻസ് ഇൻഡസ്ട്രീസിന് നൽകിയ റേറ്റിംഗും ടാർഗറ്റും മനസ്സിലാക്കാം. നമൂറ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ബൈ എന്ന റേറ്റിംഗും 3786 രൂപയുടെ ടാർഗറ്റ് നൽകി. നവൂമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ബൈ എന്ന റേറ്റിംഗും 3786 രൂപയുടെ ടാർഗറ്റ് നൽകി. നൊമൂറ ബൈ എന്ന റേറ്റിംഗും 3600 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ജെഫ്രീസ് ബൈ എന്ന റേറ്റിംഗും 3500 രൂപയുടെ ടാർഗറ്റ് നൽകി. മോത്തിലാൽ ഒസ്വാൾ ബൈ എന്ന റേറ്റിംഗും 3435 രൂപയുടെ ടാർഗറ്റ് നൽകി. AMK ആഡ് എന്ന റേറ്റിംഗും 3335 രൂപയുടെ ടാർഗറ്റ് നൽകി. CLSA ഔട്ട് പെർഫോം എന്ന റേറ്റിംഗും 3300 രൂപയുടെ ടാർഗറ്റ് നൽകി. മാക്കുറി 2750 രൂപയുടെ ടാർഗറ്റും ന്യൂട്രൽ എന്ന റേറ്റിംഗുമാണ് നൽകിയിരിക്കുന്നത്. പ്രമുഖ ബ്രോക്കേജ് ഏജൻസികളിൽ മാക്കുറി ഒഴികെ മറ്റെല്ലാ ബ്രോക്കേജ് ഏജൻസികളും റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ ബുള്ളിഷാണ്. കറണ്ട് പ്രൈസിനേക്കാളും സ്റ്റോക്കിന് ഹയർ സൈഡിലുള്ള ടാർഗറ്റാണ് ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും നൽകിയിരിക്കുന്നത്. ടെക്നിക്കലി റിലയൻസ് എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 3000 പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. 2900 എന്ന റേഞ്ചിനെ സ്റ്റോപ്പ് ലോസ് ആയി വെച്ചുകൊണ്ട് 3100, 3200, 3250 പോലുള്ള ടാർഗറ്റുകൾ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും സെപ്റ്റംബർ 5-ാം തീയതി കമ്പനി ബോണസ് പ്രഖ്യാപനം നടത്താൻ സാധ്യതയുള്ളതുകൊണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.